മോനീഷ മരിച്ചത് 92-ലാണ്, നടി മോനീഷ. അതിൻ്റെ തൊട്ട് പിറകിൽ ഞങ്ങളുടെ നാടകവാദനുണ്ട്. അപ്പോൾ ഒരു അംബാസിഡർ കാറാണ് അടിച്ച് ആ ചേർത്തല മറ്റേ കാർത്തിയായനി വളവിൽ കിടക്കുകയാണ്. നമ്മൾ എത്തി നോക്കിയിട്ട് അവിടുന്ന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസ് വന്നു. പിറ്റേന്ന് പറയുന്നത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടി മോനീഷയാണ് മരിച്ചു കിടക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്കൂളുകളൊക്കെ ഇടിമുറികളായിട്ട് മാറുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പുറത്ത് പറയാൻ പാടില്ല കുട്ടികൾ. ഞാനൊക്കെ പ്രൊഫഷണൽ നാടക സംഘത്തിൽ അഭിനയിക്കുമ്പോൾ സ്വന്തം അച്ഛൻ മരിച്ചിട്ട് ഫോൺ വന്നിട്ട് നടനോട് പറയാൻ പറ്റില്ല. സ്റ്റേജിൽ അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്കിപ്പം നാടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഷോ ചെയ്യുന്ന അന്ന് പോകുന്ന രാവിലെ ആയിരിക്കും എനിക്കൊരു മികച്ച ഓഫർ തരും. എനിക്ക് ആ ഓഫർ തട്ടിക്കളയാന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്താൽ പോലും ഇത് മനുഷ്യരാശി ഉള്ളിടത്തോളം അതവിടെ ഉണ്ടാവും. നമസ്കാരം. നാടകവേദിയിൽ നിന്നും സിനിമാ ലോകത്തേക്ക് എത്തി ഒരുപാട് നല്ല വേഷങ്ങളിലൂടെ നമ്മളെ രസിപ്പിച്ച സന്തോഷ് കീഴാറ്റൂരാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. സിനിമ ഭ്രാന്തൻ്റെ ഒരു ഷോയിലേക്ക് വന്നതിൽ സന്തോഷം. നമസ്കാരം. അപ്പോൾ പുതിയ സിനിമ 1098 റിലീസിന് ഒരുങ്ങുകയാണ്. പേരിലുണ്ട് സിനിമയുടെ പ്രമേയമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ സിനിമയെ പറ്റി വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും 1098 അതൊരു ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. പല ആൾക്കാർക്കും അത് അറിയില്ല. ഇപ്പം ഞാൻ പോലും സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് ഇതറിയുന്നത്, ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ പറ്റുന്ന സർക്കാർ സംവിധാനമാണ്. കളക്ടർ കീഴിലുള്ള ഒരു സെല്ലാണ്. ഒരു കുട്ടികൾക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള വിഷയങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ പീഡനങ്ങളൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്ന് അന്വേഷിക്കുകയും അത് വളരെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ചെയ്യുന്നൊരു വലിയൊരു സംവിധാനമാണ്. അത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഈ സിനിമയിലൂടെ അങ്ങനെ ഒരു സ്കൂളിലുണ്ടാകുന്ന ഒരു സംഭവം, അത് അവിടെ ഒരു കംപ്ലയിൻറ്റ് പോവുകയും കളക്ടറുടെ അടുത്തേക്ക് കംപ്ലയിൻറ്റ് പോവുകയും അത് അന്വേഷിക്കാൻ വരുന്ന 3 ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ, പിന്നെ നമ്മൾ അഡ്വക്കേറ്റ് ഷുക്കൂർ, അറിയാലോ, ഷുക്കൂർ വക്കീൽ, പിന്നെ ഒരു പുതിയ അഭിനേത്രി മോണിഷ, ഡോക്ടർ മോണിഷ. ഞങ്ങൾ 3 പേരുമാണ് ആ ഒരു സ്കൂളിലേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് ആ സ്കൂളിൽ എത്തിപ്പെട്ട ശേഷം ഒരു കുട്ടി മിസ്സിംഗ് ആണ് കുറേ ദിവസങ്ങളായിട്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് സാധാരണ രീതിയിൽ ചെറിയ വിഷയം എന്ന നിലയിലാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി അവിടുത്തെ പ്രിൻസിപ്പൾ, അധ്യാപകർ, കുട്ടിയുടെ കൂട്ടുകാർ, മറ്റ് സ്റ്റാഫ്, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴാണ് അതൊരു ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് പോവാണ്. ആ കോംപ്ലിക്കേഷനാണ് അവസാനം എത്തിപ്പെടുന്നത്, അതിൽ ഒരു നിഗമനത്തിൽ എത്തിപ്പെടുന്നത് ആ കുട്ടി. അതൊരു കൗണ്ട് ഡൗൺ കൂടിയാണ്. അത് 10, 9, 8 ആണ് എന്ന് പറയുന്ന സംഭവം. മനസ്സിലായി, താഴേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലോട്ടുണ്ടോ 8, 9, 10, 11 എന്ന് പറഞ്ഞ പോലെ നേരത്തെ കാണും. അത് ഒരു അനന്തതയിലേക്ക് അതിൻ്റെ ഒരു വിഷയം നീണ്ടു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ അങ്ങനെ ഒരു വേർഡ്സും ഉണ്ട്. ഇതൊരു കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻ്റാണ്. പക്ഷെ അത് അതുപോലെ എടുത്തിട്ടില്ല. പക്ഷെ ഇതൊരു വലിയൊരു പ്രസക്തമായൊരു സംഭവമായിരുന്നു. അങ്ങനെ ആ വിഷയത്തെ ഇതിൻ്റെ ഡയറക്ടറും എഴുത്തുകാരനുമായ ഗുരു, അദ്ദേഹം അത് എടുത്ത് ഈ ചൈൽഡ് ലൈൻ അവരൊക്കെ ബന്ധപ്പെട്ട് പിന്നെ പുള്ളി മെനഞ്ഞെടുത്ത ഒരു കഥാതന്തു എന്ന് തന്നെ പറയാം. തിരക്കഥയും പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഒരു പോലീസ് അന്വേഷണം പോലെ, ഒരു CBI അന്വേഷണം അതുപോലെയല്ല. ഇവരങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ല, അവിടുത്തെ സ്റ്റാഫാണ് ഈ 3 പേരും. അവർക്ക് അങ്ങനെ ഒരു മറ്റൊരു തരത്തിൽ ചോദ്യം ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷേ അതൊരു പിന്നെ പല ആളെയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നത്. ആ കുട്ടി ഒരു പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം, പലതും മൂടി വെക്കപ്പെടുന്ന ഒരു സമൂഹമാണല്ലോ പല വിഷയങ്ങളും. പക്ഷെ അത് അങ്ങനെയല്ലാതെ അത് പരിഹരിക്കാം. ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാതെ തന്നെ ആ വിഷയം പരിഹരിക്കപ്പെടാൻ പറ്റും. പക്ഷേ അതല്ല, നമ്മളിപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന പോലെ ആ സ്കൂളിൻ്റെ പേര് പോകും, ആ കുട്ടി അവിടെ തുടർന്ന് പഠിച്ചാലെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് എന്താണെന്ന് പറയുന്നില്ല. കാരണം പക്ഷേ ആ സിനിമയുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു എൻഡിലേക്ക് എത്തുന്ന ഒരു പോർഷനാണ് ആ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ക്യൂരിയോസിറ്റി, കഥാതന്തു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പക്ഷേ ഇത് എന്താ പറഞ്ഞാൽ ഒരുപാട് സൗഹൃദങ്ങൾ ചേർന്നിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്, അല്ലാതെ ഒരു വലിയ താരങ്ങളൊന്നുമില്ല. അത് ഞാൻ ചോദിക്കാൻ വരുന്നത്, കാരണം ചേട്ടൻ കണ്ണൂരുകാരനാണ്. കഥ നടക്കുന്ന ഇപ്പോൾ കണ്ണൂരത്തെ തന്നെ ഒരു റിയൽ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം. അപ്പം ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ മെനഞ്ഞുണ്ടാക്കിയൊരു സിനിമയാണെന്നുള്ളൊരു. ഇപ്പോൾ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ഗുരു, അദ്ദേഹം ഇതിനു മുമ്പ് ഷൈജു എന്നായിരുന്നു, ഇതിനു വേണ്ടി പേര് മാറ്റിയതാണ്.
അപ്പോൾ അദ്ദേഹം കുറേ നാളുകളായിട്ട് ഒരു സിനിമ ഇതിനു മുന്നേ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഷെറിയുടെ കൂടെ ചേർന്നു. അപ്പോൾ വളരെ ചെറുപ്പം തൊട്ട് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ജൂനിയറാണ്, ഞങ്ങൾ തമ്മിൽ അത്രയും ഒരു ഏട്ടൻ-അനിയൻ ബന്ധമാണ്. അപ്പോൾ കുറേ കഥകൾ എപ്പോഴും പറയാറുണ്ട്. അത് പലപ്പോഴും അറിയാമല്ലോ, കുറേ കഥകൾ ആലോചിക്കുമ്പോഴാണ് പലപ്പോഴും ഒന്ന് വർക്കൗട്ട് ആവുക. ഇഷ്ടപ്പെടൽ എങ്ങനെ ഇതിൻ്റെ പ്രൊഡ്യൂസർ വേണം, ഒരുപാട് വലിയ ഇതല്ലേ. അങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഞാനതിലൊരു ചെറിയൊരു വേഷം ചെയ്യാമെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, ഒരു പക്ഷേ നമ്മുടെ ഒരു ഡേറ്റ്സോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു പടം. പക്ഷെ അവസാനം അവ പറഞ്ഞല്ല ഈ ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശരി. പക്ഷെ അത് എത്തിയപ്പോഴാണ് ഭയങ്കര രസകരമായിരുന്നു. അതിൽ അഭിനയിക്കുന്നവർ നമ്മുടെ ഒരു സൗഹൃദത്തിൽപ്പെട്ടവരാണ്. അതിൻ്റെ ക്യാമറ ചെയ്യുന്നത് നാട്ടുകാരനായ ഒരു പ്രിയനാണ്. എഡിറ്റ് ചെയ്യുന്നത് ഒരു പുതിയ എൻ്റെ അയൽവക്കത്തുള്ളൊരു കുട്ടിയാണ് രഞ്ജിത്ത്. അഭിനയിക്കുന്ന എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, പിന്നെ കുറേ കുട്ടികൾ, പിന്നെ ഇവർ കാസ്റ്റിങ്ങിലൂടെ എടുത്ത കുറേ പേര്. എല്ലാവർക്കും സിനിമ ഭയങ്കര ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം, അല്ലാതെ അങ്ങനെ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു സൗഹൃദ കൂട്ടം. അവരുടെ ഒരു ലൊക്കാലിറ്റിയിൽ പറഞ്ഞ സിനിമ, അതൊരു ലൊക്കാലിറ്റി പറഞ്ഞ സിനിമ തളിപ്പറമ്പിൻ്റെ മലയോര പ്രദേശമായ ആലക്കോട്. ലാംഗ്വേജ് അപ്പം വരുന്നത് നമ്മുടെ കണ്ണൂർ സ്ലാങ് ഒക്കെ തന്നെയാണോ? കൂടുതലും ആക്ടേഴ്സ് ഒക്കെ കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോഴതിനൊക്കെ ഒരു ഈ പ്രാദേശികമായ നടന്മാർ ഒരുപാട് വരുന്നൊരു സമയമാണ് ഇത്. അവരവരുടേതായ സ്ലാങ്ങിൽ സംസാരിക്കുക, പ്രത്യേകിച്ച് അങ്ങനെയാണ് ആ കഥ നടക്കുന്നതും അവിടെ തന്നെയാണ്. അങ്ങനെ ഒരു സ്കൂളായതുകൊണ്ട് തന്നെ മാത്രമല്ല ഇത്തരം ലാംഗ്വേജ് വരുമ്പം, ആ സ്ലാങ് വരുമ്പം ആൾക്കാർക്ക് കൂടുതൽ അത് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ഇത്തരം സിനിമകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കാലത്ത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അതെ, ഇപ്പം അതിനാണ്. അതെ, ഇപ്പോൾ ഒരു പണ്ട് കണ്ണൂർ ഭാഷ പറയുമ്പോൾ ഇച്ചിരി മാറ്റി നിർത്തപ്പെടുമായിരുന്നു, മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പം കണ്ണൂർ ഭാഷയ്ക്കാണ് ഏറ്റവും ഭംഗിയെന്നും കണ്ണൂർ കാസർഗോഡ് അതെ അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ പ്രേക്ഷകർ നമുക്കുണ്ട്. അപ്പം ഈ ഒരു പേര് പോലെ 1098 ചൈൽഡ് ലൈൻ നമ്പർ ആണെന്നോ. പക്ഷെ ഈ ഒരു ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ മിസ്സാവുന്നൊരു കാലഘട്ടം അത്. പല ദിവസങ്ങളും നമ്മളിങ്ങനെ ന്യൂസിലും അതൊക്കെ ആയിട്ട് കുട്ടികൾ പോകുന്നതും തന്നെത്താൻ ഇറങ്ങി പോകുന്നതും വല്ലവരും പിടിച്ചുകൊണ്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട്. അപ്പം ഈ സൊസൈറ്റിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ആയിരിക്കും. ഒരുപക്ഷെ ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും പറയുമ്പോൾ കുട്ടികളുടെ ഈ ഒളിച്ചോട്ടം, മറ്റേ ലഹരി, ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, ഇതൊന്നുമല്ല ഈ സിനിമ പറയുന്നത്. ഇതല്ലാത്ത മറ്റൊരു തരത്തിലാണ്. കാരണം ഞാൻ എൻ്റെ ഒരു കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന കഥയിലേക്ക് പോകാതെ ഞാൻ ചെറിയൊരു ഹിൻഡ് തരുന്നത് എങ്ങനെ പറഞ്ഞാൽ, ഒരു കാലത്ത് ഒരു പ്രശസ്തമായ നാടകം ഉണ്ടായിരുന്നു, തോപ്പിൽ ബാസിയുടെ അശ്വമേധം എന്നൊരു നാടകം. ഈ കുഷ്ഠരോഗം പടർന്ന് പിടിക്കുന്ന ഒരു കാലത്ത് അതിനെതിരെയുള്ളൊരു നാടകമായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അക്കാലത്ത് ഭയങ്കര കേരളത്തിലെ മനസാക്ഷിയെ ഭയങ്കരമായിട്ട് ഇതാക്കിയൊരു ചോദ്യമാണ്, രോഗം ഒരു കുറ്റമാണോ? രോഗം ഒരു കുറ്റമാണോ? രോഗം ഒരിക്കലും ഒരു കുറ്റമല്ല. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒരു രോഗം എനിക്ക് വരുന്നത്. അത് അവരൊരു കുറ്റവാളിയെപ്പോലെ സമൂഹം കാണേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ ആലോചിച്ചോളൂ, അങ്ങനൊരു വിഷയമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ അതൊരിക്കലും ആ കുട്ടിയെ മാറ്റി നിർത്തിയിട്ടോ ഒഴിവാക്കിയിട്ടോ അല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടതെന്നും ആ കുട്ടിയെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് അവിടുത്തെ അധ്യാപകർക്കും സ്കൂളിനും കൂട്ടുകാർക്കും ഉണ്ടാവണം എന്നൊക്കെ പറയുന്നൊരു മെസ്സേജാണ് സിനിമ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ചൈൽഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നതിനൊപ്പം ഈ അബ്യൂസ് മാത്രമല്ല, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം നമ്മൾ കോർഡിനേഷനും കൊടുക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അതൊന്നല്ല വിഷയം. ഇതൊരു പാതി ബംഗാളിയും പാതി മലയാളിയായ ഒരു കുട്ടിയാണ് പോയിരിക്കുന്നത്. പിന്നെ അതിനിടയിൽ സിനിമ ഈ ഇവിടുത്തെ കുട്ടികളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ കുട്ടികൾ പറയുന്ന കുറേ സത്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ സ്കൂളുകളൊക്കെ ഇടിമുറികളായിട്ട് മാറുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പുറത്ത് പറയാൻ പാടില്ല കുട്ടികളെ. ഈ കുട്ടികളെ പേടിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട്, അത് ഇല്ലയെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനതാ പറഞ്ഞത്, ഈ പണ്ട് കാലത്ത് ഇപ്പം ഞാനൊക്കെ പഠിക്കുമ്പോൾ എത്രയോ അധ്യാപകർ നമ്മളെ അടിച്ചിട്ടുണ്ട്, ഒരുപാട് അടിച്ചിട്ടുണ്ട്. കാരണമില്ലാതെ പൊരുവയിലെത്ത് പുറത്ത് നിർത്തിച്ചിട്ടുണ്ട്. സ്കൂളിൽ കയറാൻ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വൈകിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുമെന്ന് പറയും. എന്നെയൊക്കെ നിർത്തിച്ചിട്ടുണ്ട് പൊരുവയിലെത്ത്. നമുക്ക് ദേഷ്യം തോന്നിയിട്ടൊന്നുമില്ല, അതൊക്കെ ഒരു രസകരമായിട്ടെടുത്ത് അതൊന്നും നമുക്ക് അത് ഒരു ചെറിയൊരു പണിഷ്മെൻറ്റ് നമുക്ക് തരുന്നു. പിന്നെ അതേ മാഷ് നമ്മുടെ തോളിൽ കയറ്റി നടക്കുകയും ചെയ്യും. ഇപ്പം അങ്ങനെ തന്നെ വല്ലാതെ ദ്രോഹിച്ചൊരു അധ്യാപകൻ ഇന്ന് എൻ്റെ ഏറ്റവും അടുത്ത, അത് അത്രയും സീനിയറായിട്ടൊരു അധ്യാപകനാണ്, റിട്ടയർ ചെയ്ത് എൻ്റെ ഏറ്റവും
തളിപ്പറമ്പിലെ എപ്പോഴും ഏത് അർദ്ധരാത്രിയും വിളിച്ചാൽ ഫോൺ എടുക്കുകയും നമ്മൾ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നൊരു അത്രയും വലിയ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഈ അധ്യാപക ശിഷ്യ വിദ്യാർത്ഥി ബന്ധം എന്ന് പറയുന്ന മറ്റൊരു തരത്തിൽ വലിയൊരു മാനമുണ്ട്. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് അതിന്റെ രീതിയും മാറി. രീതി മാറുന്നു. ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാനാണെങ്കിലും ഞാൻ കുറച്ചുകൂടെ താഴേക്കുള്ള ജനറേഷനാണ്. അവിടെയാണെങ്കിലും എന്നെയും ക്ലാസ്സിന് പുറത്താക്കും. പക്ഷെ ക്ലാസ് കഴിഞ്ഞ് ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ച് പോകുന്ന വഴി ഒരു ചിരി തരും, അതവിടെ തീരും. പക്ഷെ ഇന്ന് കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പലപ്പോഴും ചെറിയ കുട്ടികൾ വരും സ്ട്രെസ്സും സ്ട്രെയിനും ആൻസൈറ്റിയുടെ മെന്റൽ ട്രോമ ആയിട്ട് നടക്കുന്ന കുട്ടികളാണ്. അത് ഇതാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ജീവിത പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ കൂട്ടുകുടുംബത്തോടെ വളർന്ന ഒരാളാണ്. അപ്പോൾ നമ്മളവിടെ ഒരുപാട് നമ്മുടെ മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, അമ്മാവന്മാർ, അമ്മേൻ്റെ അങ്ങനെയൊക്കെ അവരെ പേടിപ്പിക്കൽ നല്ലതാണോ പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ ബാധിച്ചിട്ടില്ല. ആ സമയത്ത് ഒരു പേടി, ഒരു ഭയം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറേ കുട്ടികൾ പറയുന്ന വിഷയങ്ങൾ, അങ്ങനെ ഇപ്പോൾ ചില ഒളിച്ചു വെക്കലുകൾ അതൊക്കെ ഈ സ്കൂളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ പഠിപ്പിക്കേണ്ടിടത്തുനിന്ന് തുടങ്ങുകയാണ്. സ്കൂളുകളിലാണ് നമ്മളെല്ലാം തുടങ്ങി വെക്കുന്നത്, എന്തൊക്കെ പഠിക്കണം. പക്ഷെ അവിടെ നമ്മൾ വീണ്ടും തുടങ്ങണം. സ്കൂളിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, സമൂഹം പഠിപ്പിക്കണം. ആദ്യം പഠനം തുടങ്ങണം നമ്മുടെ വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് സ്കൂളിലാണ്. അതറിയണം, സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിലായിരിക്കും ഏറ്റവും വലിയ പഠിത്തം നടക്കേണ്ടത്. നമ്മളിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന എത്രയാണ് 6-7-8 മണിക്കൂർ. അത്രയും സമയം നമ്മൾ വീട്ടിലുള്ളൂ. അതിലും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ സ്കൂളാണ്, അല്ല കോളേജാണ്. അപ്പോൾ ഏറ്റവും നല്ല സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടേണ്ടത് നമ്മുടെ ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് കിട്ടുന്ന പോലെയാണ് വീട്ടിൽ നിന്ന് കിട്ടി, ഇവിടെ നിന്ന് അനുഭവിച്ച് ഇത് സമൂഹത്തിൽ നിന്നും. അപ്പോൾ അങ്ങനെ ചില കുട്ടികൾക്ക് അത് കിട്ടില്ല, വീട്ടിൽ നിന്ന് ഒട്ടും കിട്ടില്ല. സ്കൂളിൽ അതിലേറെ കഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ അവൻ വല്ലാതെ ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇത് നന്നാവണം. അത് വലിയ സ്കൂളുകൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അവിടെ മറ്റൊരു തരത്തിൽ ബന്ധം, റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അമ്മമാരും അച്ഛന്മാരും കുട്ടികളും അധ്യാപകരും അടക്കം എല്ലാ ഒരു രീതിയിലുള്ള ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു ഉറപ്പായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം മുഖ്യ കഥാപാത്രമായിട്ടാണ് വരണേ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, ഈ ഒരു ക്യാരക്ടർ ഞാൻ എടുക്കാം, എനിക്കിത് ചെയ്യണം എന്നുള്ളൊരിത് വരുമല്ലോ. പ്രത്യേകിച്ച് ഇത്തരം നമുക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ള, ഇപ്പോൾ വെറുതെ ഒരു റോളല്ല, ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയിലെ മുഖ്യ കഥാപാത്രം, ആ ഒരു എഫേർട്ട്. ഞാൻ പറഞ്ഞത് ഞാനിതൊരു മുഖ്യ കഥാപാത്രം എന്നോട് ആദ്യം ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടട, കാരണം ഞാനൊരു ചെറിയ വേഷം ചെയ്യാം. കാരണം ഇതിൽ ഞാൻ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവരുടെ സ്വപ്നങ്ങൾക്കാണ്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം സിനിമകൾ കിട്ടുന്നുണ്ട്, ഞാൻ വലിയ വലിയ സിനിമകൾ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നാടകം ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കൂട്ടുകാർ ഇവരെത്രയോ നാളുകളായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു വലിയൊരു കാസ്റ്റിലേക്കൊന്നും പോകേണ്ട ഒരു ഫണ്ടൊന്നും അവരുടെ കയ്യിലില്ല. അവർക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ വലിയ കാസ്റ്റിലേക്ക് പോവാം, കുറേയും കൂടി വലിയ ബഡ്ജറ്റിലൊക്കെ ഈ സിനിമ ചെയ്യാം. അപ്പോൾ കുറേയും കൂടി അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിയല്ല, ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ എന്നോട് ഈ കഥ പറഞ്ഞിരുന്നു, എൻ്റെ സീൻസ് ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് അതിൻ്റെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു സ്റ്റാഫാണ് 3 പേര്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊന്നുമല്ല. അവിടെ സ്കൂളുകൾക്ക് പോയിട്ട് അവിടെ കൗൺസിലിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു പോലീസ് അന്വേഷണമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ആക്ടിങ്ങിൻ്റെ രീതികളൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇത് ഒരു പ്ലെയിനാണ് സംഭവം. പക്ഷേ എങ്കിൽ നമുക്ക് കുറച്ച് സിനിമാറ്റിക് ആവും വേണം. അങ്ങനെ ഉണ്ട്. അതായത് കാരണം കുറേ പേരെ ചോദ്യം ചെയ്യണം. കുട്ടികളിങ്ങനെ ലൈബ്രറിയിൽ പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് ക്ലാസ് റൂമിൽ പോയിട്ട് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഓരോ ക്ലാസ് റൂമിലും പോയിട്ട് ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ അതവിടെ ഒരു ബിഹേവിങ് ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണും കൊണ്ടുവരണം. വളരെ സ്വാഭാവികമായിട്ട് അതെങ്ങനെ ചെയ്യാം. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തി. പക്ഷേ അതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മീറ്റർ കൃത്യമായിട്ട് പിടികിട്ടി. കാരണം സംവിധായകന് വേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഇംപ്രൊവൈസേഷൻ ചെയ്ത് ചില ഡയലോഗ്സൊക്കെ ഇംപ്രൊവൈസ് ചെയ്യും. നമുക്കത് അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു രസകരമായ ചില ഈ ചോദ്യം ചെയ്യുന്ന കുട്ടികളായാലും അധ്യാപകർക്കും ഇതിൻ്റെ മുഴുവൻ കഥയും ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് എന്താണ് യഥാർത്ഥ സംഭവം എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്വാഭാവികമായ എക്സ്പ്രഷൻ കിട്ടും നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ. കാരണം ചിലത് അവർക്ക് അറിയില്ല, ചിലത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് അവിടെ ആക്ട് ചെയ്യും. ഇതല്ല, അവർക്കറിയില്ല. കണ്ണൂരിട്ടിട്ട് അറിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സാർ, പേടിച്ചിട്ട് പറയില്ല, അറിയില്ല സാർ. അപ്പോൾ അതിലൊരു ഭയങ്കര ജെന്യുവനായിട്ടുള്ളൊരു ആക്ടിങ് സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൊരു
രസകരമായൊരു ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയിലുണ്ട്. ശരിയാ, കുട്ടികൾക്ക് കള്ളം പറയാൻ പറ്റില്ല, കള്ളം പറയാൻ പറ്റില്ല, അത് നമ്മളങ്ങ് മുതലെടുക്കുക. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഈ നാടകം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ നാടകവും സിനിമയും ബാലൻസ് ചെയ്യണേ? കാരണം ഒരുപാട് വർഷമായിട്ട് നാടകത്തിലുള്ള ഒരാളാണ്, അവിടെ നിന്നാണ് വന്നത്. ഈ ഒരു ബാലൻസിങ് എങ്ങനെ? അല്ല, ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ആദ്യത്തെ ഒരു മറുപടി. കാരണം ഇത് രണ്ടിനെയും ഞാൻ പ്രണയിക്കുന്നത്, കാരണം കഴിഞ്ഞ ഈ 2024 ഞാൻ കുറേ എൻ്റെ പെർഫോമൻസായിട്ട് പോയപ്പോൾ എനിക്ക് കുറച്ച് നല്ല സിനിമകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ നാടകം വിട്ടുകൊണ്ട് എനിക്കത്, പക്ഷേ സ്റ്റേജ് എനിക്ക് ഭയങ്കര എനിക്കൊരു ആവേശമാണ്. അത് അഭിനയിക്കലും അതെ, കാണലും അതെ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുഴുവനായിട്ട് സ്കൂൾ കലോത്സവം ഇരുന്ന് കണ്ടതാണ്. അതൊരു 10-20ഓളം നാടകങ്ങൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് നാടകം കണ്ടു. അത് എവിടെയായാലും ഞാൻ പോകും, നാടകമായാലും സിനിമയിലും. ഒന്ന് മനുഷ്യരായിട്ട് ഭയങ്കരമായിട്ട് സംവദിക്കുന്ന ഒരു കലയാണ്, നേരിട്ട് സംവദിക്കുന്ന ഒരു കലയാണ് നാടകം. അത് എങ്ങനെയാണ് എൻ്റെ ബ്ലഡിൽ എപ്പോഴോ അലിഞ്ഞു ചേർന്നതാണ്. സിനിമ നമ്മുടെ ഒരു സ്വപ്നമാണ്. കാരണം വെച്ചാൽ സിനിമ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാരൂപം എന്ന് പറയാം. എത്രയും ജനങ്ങൾ കാണുന്നതും അത് എന്നും നമുക്ക് റിപ്പീറ്റ് വാച്ചബിളാണ്. ഞാനൊരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്താൽ പോലും അത് മനുഷ്യരാശി ഉള്ളിടത്തോളം അതവിടെ ഉണ്ടാകും. അപ്പോൾ എന്നെ ഒന്ന് അടയാളപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ പുലിമുരുകൻ പോലത്തെ സിനിമയിലൊക്കെ വളരെ ചെറിയ സമയം ആക്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ ഈ ലോകത്തിൽ ഏത് കോണിലും പോകുമ്പോൾ മലയാളികൾ മാത്രമല്ല കേട്ടോ, ഇത് ഒരുപാട് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോലും നമ്മളെ തിരിച്ചറിയുന്നത് സിനിമ എന്ന് പറയുന്നൊരു കലാരൂപത്തിലൂടെയാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സും അതാണ്. ഇപ്പോൾ നാടകം എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് ആണ്. മീൻസ് ഞങ്ങൾ കുറച്ച് ആക്ടേഴ്സ്, അതിൻ്റെ ഡയറക്ടർ ചെറുതാണ്, അതിൻ്റെ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ചെറിയൊരു ക്ലോസ് ഹോളെന്നൊക്കെ ആയിരിക്കും നടക്കുക. സിനിമ അതല്ല. സിനിമ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. നാടകം നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയാറില്ല. സിനിമയിൽ അത്രയും സാങ്കേതികത്വം, പല നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ, പല ആക്ടേഴ്സ്, പിന്നെ ഒരു സാങ്കേതിക കലയും കൂടിയാണ് സിനിമ. അപ്പോൾ അതും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം, അത് ഞാൻ സ്വയം പറഞ്ഞാണ്, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്കിത് രണ്ടിലും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഞാൻ സിനിമയിൽ എന്നെക്കാളും വലിയ സീനിയർ ആർട്ടിസ്റ്റോടൊക്കെ സംസാരിക്കാൻ അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് നാടകം ചെയ്യണമെന്നൊക്കെ. പക്ഷേ അവർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിന് ഒരു സമയം വേണം, വലിയ ക്ഷമ വേണം. അതെ, ഒരു ക്ഷമ വേണം. ഒരു നാടകം പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് പഠിച്ച് വരാം. പിന്നെ ഈ പറയുന്ന പോലെ ചിലത് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കാരണം ഒരു ഷോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അത് അവതരിപ്പിച്ചേ പറ്റൂ. എനിക്കറിയാം, ഞാനൊക്കെ പ്രൊഫഷണൽ നാടക സംഘത്തിൽ അഭിനയിക്കുമ്പോൾ സ്വന്തം അച്ഛൻ മരിച്ചിട്ട് ഫോൺ വന്നിട്ട് നടനോട് പറയാൻ പറ്റില്ല. അത് മാനേജർക്ക് വരിക ഫോൺ. മാനേജർക്ക് ഫോൺ അന്നൊന്നും ഞാൻ 92 നാടക സംഘത്തിൽ വന്ന ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും സംഘാടകരുടെയൊക്കെ ലാൻഡ് ഫോൺ നമ്പറൊക്കെയാണ് കൊടുക്കുക, നമ്മുടെ ഓഫീസിൽ ഉണ്ടാകുക. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കൊല്ലത്ത് നാടകം കളിക്കാൻ പോകും. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീട്ടുകാർക്ക് പോലും അറിയില്ല ഇന്ന് എവിടെയാണെന്ന്. പക്ഷേ നാടക ഓഫീസിൽ നമ്പർ ഈ ബുക്ക് ചെയ്ത സംഘാടകർക്കുണ്ടാവും. അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ എന്തും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ നേരെ നാടക സംഘത്തിലാണ് വിളിക്കുക അവരുടെ ഓഫീസിൽ. അവരെന്ത് ചെയ്യും, ലാൻഡ് ഫോണിൽ ഇന്ന് കൊല്ലത്താണ്, ഇപ്പോൾ കൊല്ലത്ത് ബുക്ക് ചെയ്ത ആളുടെ ഏതെങ്കിലും ഒരു ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടാവും, അവിടെ വിളിച്ച് പറയും. പിന്നെ അവർ വന്നിട്ട് ആയിരിക്കും, ഒരുപക്ഷെ ആ നടൻ സ്റ്റേജിലായിരിക്കും. ഒരു തവണ നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഗ്രീൻ റൂമിൽ ഇരിക്കുകയാണ്. ഇപ്പം എൻ്റെ അടുത്താണ് പറയുന്നത്, നിങ്ങളിതിൽ ആരാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഒരാൾ? അതെ, അല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു എന്നിട്ട് ഫോൺ വന്നു. അപ്പോൾ അത് നമുക്ക് വിഷമമായി. അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തോട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഞാൻ വേഗം മാനേജറോട് പറയണം. മാനേജറും സ്റ്റേജിലാണ്, അയാൾ അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അടുത്ത സീനിലേക്ക് അഭിനയിക്കാനും പോകണം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഞാൻ ഇതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. കാരണം ഒരാളുടെ അച്ഛൻ മരിച്ചിരിക്കുകയാണ്, ഇത് എന്നോടാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയണ്ടേ, എൻ്റെ ഭാര്യ നിങ്ങളിലേക്ക് അടുത്ത സീനിൽ അടുത്ത ആളത് കയറിയിട്ടുണ്ടാവും. ആകെ കൺഫ്യൂഷനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാനേജറോട്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ചെറിയ പ്രായമാണ്, 16 വയസ്സാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര നമ്മൾ വല്ലാത്ത വിഷമിച്ചു പോകും. പറഞ്ഞ് പിറ്റേന്ന് നാടകമുണ്ട്. അപ്പോൾ നേരെ വണ്ടി കണ്ണൂരേക്ക് വിടുകയാണ്. കണ്ണൂരേക്ക് വിട്ട് ആലപ്പുഴയിൽ നിന്നാറ്റാൻ തോന്നുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് പറഞ്ഞു ഇങ്ങനെയാണ്. വെളുപ്പിന് അവിടെ എത്തുന്നു, ബോഡി കാണുന്നു, ചെതിയിലേക്ക് വെക്കുന്നു. അടുത്ത നാടക വണ്ടി ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്.
ഇങ്ങനെ കുളിക്കോലും ചെയ്യാതെ. കാരണം നാടകം ഷോ മാറ്റിവെക്കാൻ പറ്റില്ല. അതെ, ശരിയാ. അപ്പോൾ ആ നടൻ വന്ന് വീണ്ടും നാടകം വേണ്ടി കയറുകയാണ്, എന്നിട്ട് അദ്ദേഹം അഭിനയിക്കുകയാണ്. ഇത് പലപ്പോഴും നമ്മൾ ഈ നാടകം ഇങ്ങനത്തെ സ്റ്റേജ് ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പല അനുഭവം ഉണ്ടാവും. നമ്മളെ ജോക്കർ സിനിമയിലുള്ളൊരു സീന എനിക്ക് പെട്ടെന്ന് ഓർമ്മ മരിച്ചിട്ടും നാടകം അല്ല, ഈ സ്റ്റേജ് ഷോ ചെയ്യുന്നവരൊക്കെ, ഈ ലൈവ് പെർഫോമൻസ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ളൊരു ഇതാണ്. ഇപ്പോൾ ഒരു ഗാനമേളക്കാണെങ്കിൽ പോലും ഞാൻ പറയുക അടുത്ത പാട്ട് നിങ്ങൾ പാടും എന്ന് പറയാം. കാരണം അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ശരിയാ. പക്ഷേ ഇതല്ലല്ലോ, പ്രത്യേകിച്ച് നാടകത്തിന് പറ്റില്ല. ഇപ്പോൾ ഒരു ഡാൻസറൊക്കെ ആണെങ്കിൽ പോലും ഒന്ന് മാറി നിൽക്കുക, 10 മിനിറ്റ് അടുത്ത പെർഫോം. പക്ഷേ ഈ നാടക ഷോ മറ്റേ ജോക്കറിൽ പറയുന്ന പോലെ ഷോ തുടങ്ങിയാൽ തീരുന്നത് വരെ നോ ബ്രേക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ലൈഫിൽ നടന്നൊരു കാര്യം പോലും മറച്ചു വെച്ച് അതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ 92 മോനീഷ മരിച്ചത് 92-ലാണ്, നടി മോനീഷ. ഇപ്പം ഞങ്ങൾ അതിൻ്റെ തൊട്ട് പിറകിൽ ഞങ്ങളുടെ നാടകവാദനുണ്ട്. അപ്പോൾ ഒരു അംബാസിഡർ കാറാണ് അടിച്ച് ആ ചേർത്തല മറ്റേ കാർത്തിയായനി വളവിൽ കിടക്കുകയാണ്. നമ്മൾ എത്തി നോക്കിയിട്ട് അവിടുന്ന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസ് വന്നു. പിറ്റേന്ന് പറയുന്നത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടി മോനീഷയാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ സ്റ്റേജിൽ അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്കിപ്പം നാടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ചെയ്യുന്ന അന്ന് പോകുന്ന രാവിലെ ആയിരിക്കും എനിക്കൊരു മികച്ച ഓഫർ തരുന്നു. എനിക്ക് ആ ഓഫർ തട്ടിക്കളയാന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സംഘാടകർ എൻ്റെ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഹോള് ബുക്ക് ചെയ്ത് ആൾക്കാരെ വിളിച്ച് സ്പോൺസറെ കണ്ടെത്തിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. അത് ഞാൻ മനസ്സിൽ പാകപ്പെടുത്തിയെടുക്കണം. ശരി, ഷോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പറ്റില്ല, സിനിമ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് അങ്ങനെ എല്ലാം നല്ല തന്നെയാണ്. പക്ഷെ ഞാൻ ഈ രണ്ടിനും പാകപ്പെടുത്തി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്ന് വളരെ ചെറുപ്പം തൊട്ടേ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയതാണ് നാടകം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വലിയൊരു നാടക നടനല്ല. അങ്ങനെ ഒരു നാടകം ചെയ്യാനുള്ള ഒരു വലിയ ഇന്നത്തെ കാലത്ത് പിന്നെ മാറി കുറേ. അതിൻ്റെ സൗന്ദര്യശാസ്ത്രമൊക്കെ നായകന് ഇങ്ങനെ സൗന്ദര്യം വേണം അങ്ങനെയൊന്നുമില്ല, മുഴക്കമുള്ള ശബ്ദം വേണം എന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് അതിനൊക്കെ ഒരു കുറേ നല്ല ശബ്ദം ഉണ്ടായിരിക്കണം, നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടായിരിക്കണം. തടി വെക്കാനൊക്കെ പഠിച്ച് രസായനമൊക്കെ കഴിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ സിനിമ കുറേ ദൂരത്തായിരുന്നു. ഈ കൊച്ചിയൊന്നും അങ്ങനെ ഇല്ല, തമിഴ്നാട്ടിലാണ് കൂടുതലും. അപ്പോൾ നമുക്കവിടെ പോകാനൊന്നും പറ്റില്ല. സിനിമ കാണില്ലാന്ന് ഏറ്റവും വലിയ ഇത്. സിനിമ നടൻ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു നടൻ പോലും ലാലേട്ടനാണ്. മറ്റേ അയാൾ കഥ എഴുതുകയാണ്, ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂർ ഷൂട്ട് നടക്കുകയാണ്. അപ്പോഴും എനിക്ക് ചാൻസ് ചോദിക്കാൻ പോലും പേടിയാണ് പോയിട്ട്. നമ്മൾ അതിന് പറ്റിയ ആളാണോ, നമ്മൾ യോഗ്യനാണോ, അങ്ങനെ ഒരു ഇൻഫിനിറ്റി എല്ലാവർക്കും ഉണ്ടാവും ചില കോംപ്ലക്സുകൾ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞാൽ ആ സ്വപ്നം മറ്റേ ആൽക്കമിസ്റ്റൊക്കെ പറയുന്ന പോലെ നമ്മൾ സ്വപ്നം കണ്ടത് ഏതെങ്കിലും ഒരു നിമിഷം യാഥാർത്ഥ്യമാകും നമ്മൾ അതിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്താൽ. അങ്ങനെ ഒരു വലിയൊരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടണം. അപ്പോൾ അത് നല്ലൊരു ഭാഗ്യം കിട്ടിയിരുന്നു. 2005 എല്ലാവരും മോഹിക്കുന്ന ഒരു ഡയറക്ടറാണ് ലോഹിത് സാർ. ഇപ്പോൾ ലോഹിത് സാറിൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. പൃഥ്വിരാജ് നായകൻ, ചക്രം, മീര ജാസ്മിൻ നായിക. പക്ഷെ ആ സിനിമയിൽ അവസരം കിട്ടി. പിന്നീട് അവസരങ്ങൾ തേടിപ്പോകാൻ പറ്റിയില്ല. തേടിപ്പോയിടത്തുനിന്ന് അത്ര നല്ല പരിഗണന കിട്ടിയില്ല. പക്ഷേ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകണം എന്നുള്ള ചിന്തയാണ് പിന്നീട് ടി വി ചന്ദ്രൻ സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് സമാന്തര സിനിമ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചു. കമൽ സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്തു. പക്ഷെ നമുക്കൊരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ലാൽ ജോസ് സാറിൻ്റെ വിക്രമാദിത്യനാണ് നമ്മുടെ ഒരു ടേണിംഗ് പോയിൻ്റ് വരുന്നത്. പക്ഷേ അപ്പോഴും പിന്നീട് എനിക്ക് തുടർച്ചയായിട്ട് കുറച്ച് സിനിമകൾ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴും സ്റ്റേജ് തന്നെ വല്ലാതെ സ്റ്റേജിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വീർപ്പുമുട്ടൽ ഞാൻ അനുഭവിച്ചു. കുറച്ച് 3-4 വർഷം ചെയ്യാതെ അതിൻ്റെ ഒരു അഡിക്ഷൻ അതന്നെ സത്യം, അതാണ് നല്ല വാക്ക്. അപ്പോൾ ഈ സോളോ ഡ്രാമ പിന്നെ എനിക്ക് തോന്നി പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം അതൊരു വലിയ കമ്മിറ്റ്മെൻറ്റാണ്. ഒരു ഗ്രൂപ്പല്ലേ, ഞാൻ കാരണം അവരെ ഒരു വേദി പോലും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ സോളോ ഡ്രാമ ചെയ്യണം. ഒരു സോളോ ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ആക്ടറെ
ഒരു ആക്ടറാണ് അവിടെ അതിൽ ഏറ്റവും വലിയ. അതെ. മറ്റ് വലിയ നാടകങ്ങളിൽ അവിടെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സോളോ ഡ്രാമ ചെയ്യുമ്പോൾ ചില എന്നിലേക്ക് മാത്രമാണ് ശ്രദ്ധ. അപ്പോൾ അങ്ങനെ 1-2 മറ്റ് സോളോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നി, നമുക്ക് അങ്ങനെ ഒരു സോളോ ചെയ്യണം. കാരണം ആക്ടേഴ്സ് മുഴുവൻ ഒരു നടന വന്ന് നമുക്കൊരു ആഗ്രഹമില്ലേ, നമ്മൾ ഒരു ഹീറോയിലൊക്കെ വരണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സിനിമയിൽ നമുക്ക് അങ്ങനെ വലിയ ഹീറോ ഒന്നും ആവാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേജിലെങ്കിലും എനിക്ക് ഹീറോ ആവണം അല്ലേ. ഞാനിപ്പോൾ 2006 ബെസ്റ്റ് ആക്ടർ അവാർഡാണ് ഇതിൻ്റെ മറ്റേ പ്രൊഫഷണൽ ഡ്രാമ അവാർഡ്, കോട്ടയത്ത് തമ്പുരാൻ നാടകം. അതിൽ ഞാൻ തന്നെയായിരുന്നു ഹീറോ, കോട്ടയത്ത് തമ്പുരാനായിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മളൊരു ഒന്ന് ഷോൾഡർ ചെയ്യാന്ന് പറഞ്ഞ സ്ഥലമില്ലേ ഒരു നാടകത്തെ. അപ്പം അങ്ങനെയാണ് ഈ ഒച്ചിറവേലി കുട്ടിയുടെ ജീവിതം പറയുന്നത്. പെണ്ണടൻ എന്ന് പറയുന്ന അതിലേക്ക് എത്തിയത്, ചോദിക്കാതെ എത്തിയത് അതാണ്. ഈ പെണ്ണടൻ നാടകം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അതിൻ്റെ ഒരു പ്രൊഫഷണൽ നാടകം കളിച്ച സമയത്ത് ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ ആലോചനകൾ നടന്ന് അതൊരു സോളോയിലേക്ക് എത്തി. അപ്പോൾ 2015 ഞാനത് അവതരിപ്പിച്ചു എറണാകുളത്ത്. ഈ 25 10 വർഷമാകുന്നു. ഇപ്പോഴും ഞാനത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു ഫോട്ടോയും അതിന്റെ കുറച്ച് കണ്ടു, മറ്റേ കച്ചയെ കിട്ടി രാജകുമാരിമാരെ പോലെ പഴയ സ്ത്രീകളെ പോലെ അതെനിക്ക് സിനിമ തന്നതാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വിക്രമാദിത്യനും അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് പൈസ കിട്ടി. ആ പൈസയെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു നാടകമാണ്. ലാൽ ജോസ് സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആ നാടകത്തിൻ്റെ സ്റ്റാർട്ടിങ് വോയിസ് എനിക്ക് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ്. മമ്മൂക്കയാണ് അതിൻ്റെ ബ്രോഷർ പ്രകാശനം ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് അവരുടെയൊക്കെ ഒരു അനുഗ്രഹം, ഇന്ദ്രൻ സാറ്റിനെ പോലെയുള്ള നടന്മാരുടെ വോയിസ് അതിലുണ്ട്, KPSC ലളിത ചേച്ചിയുടെ വോയിസ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹമുണ്ട്. അത് അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി 10 വർഷം അത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം 10 വർഷം കൊണ്ട് ഞാൻ ആയിരക്കണക്കിന് വേദികൾ അവതരിപ്പിച്ചിട്ടൊന്നുമില്ല, 100 ആവുന്നേ ഉള്ളൂ മുഷ്ടി. പക്ഷേ എങ്കിലും ഒരു വർഷം 4-5 വേദികളിൽ എനിക്കത്. പിന്നെ ആ നാടകം കൊണ്ട് എൻ്റെ സ്വപ്നം കുറച്ച് വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ ഒക്കെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ, സൗദി ഒഴികെ. പിന്നെ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും. പിന്നെ ആ നാടകത്തിൻ്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ മകനും ഭാര്യയും ഒക്കെ അതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. അതൊക്കെ ഒരു കലാകാരന് കിട്ടുന്ന ഒരു ഭയങ്കര അനുഭവമാണ്. സന്തോഷം. അതെ. ഞാനത് നമ്മൾ വായിച്ചറിഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കിത്രയേ ഉള്ളൂ എൻ്റെ ഒരു ലൈഫിൽ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഏത് നിമിഷം പോവാം. അപ്പോൾ ഒരു കലാകാരനായിട്ട് തന്നെ ജീവിക്കണം, കലാകാരനായിട്ട് തന്നെ മടങ്ങണം.